മോഹൻ വർഗീസ്, എങ്ങനെയാണ് താങ്കളുടെ വിലയിരുത്തൽ? ഡൽഹിയിലെ സമരം, ആദ്യം CJP തുടങ്ങിയ സമരം, വൈകിയാണെങ്കിലും കോൺഗ്രസ് ആ സമരമുഖത്തേക്ക് വരുന്നു. എന്തായി തീരും എന്നുള്ളതാണ്. ഇവിടെ കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ, പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുമോ കേന്ദ്ര സർക്കാർ? CJP ഉഴുതു മറിച്ചിട്ട ഒന്നാന്തരം നിലത്തേക്ക് കോൺഗ്രസ് വിത്ത് എറിഞ്ഞ് വിളയിറക്കിയിരിക്കുകയാണ്. അതിൻ്റെ ടൈമിംഗ് വളരെ പ്രധാനമാണ്. പാർലമെൻറ്റ് സമ്മേളനം കൂടുന്നു, അതിന് തൊട്ടു മുമ്പ് CJP നിരാഹാര സമരവുമായി വരുന്നു. ആ സമയത്തെങ്ങും കോൺഗ്രസിനെ കാണാനേ ഇല്ല. രാഹുൽ ഗാന്ധി തന്നെ എവിടെയാണ് എന്നതിനെക്കുറിച്ച് യാതൊരു ഊഹവുമില്ലായിരുന്നു. പെട്ടെന്ന് നാടകീയമായി കോൺഗ്രസ് പാർട്ടി രംഗത്തേക്ക് വരികയാണ്. വളരെ 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 ഒരു പൂർണ്ണമായ ഡ്രമാറ്റിക് ഒരു ടേൺ അറൗണ്ടിലാണ് കോൺഗ്രസ് അതിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ആയിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടിയിരുന്നത് എങ്കിൽ ഈ രീതിയിൽ ഇത്രയും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. കാരണം ഒരു സ്പെൻഡ് ഫോഴ്സ് എന്ന നിലയിൽ ഒരു പുതുമയൊന്നുമില്ല. ഇവിടെ CJP എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയ ഇതര ഒരു കൂട്ടായ്മയാണ്. ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി ഒരുമിച്ച് വന്ന സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ, അതിനൊരു ഭൗതിക രൂപം വരികയുണ്ട്. പാർട്ടി ആയിട്ടില്ല എങ്കിൽ പോലും ഒരു ഭൗതിക രൂപം വരുന്നു. പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടികളോടുള്ള വിയോജിപ്പാണ് യുവജനങ്ങളുടെ ഒരു മുഖമുദ്ര. അപ്പം അതുകൊണ്ട് കോൺഗ്രസ് മാറി നിന്നു. കളം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പെട്ടെന്ന് ചാടി ഇറങ്ങുകയാണ്. ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നു. ഇവിടെ എവിടെയായിരുന്നു കോൺഗ്രസ്? ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ഇന്ത്യ മുന്നണി കക്ഷികൾ ഇത്രയും അമാന്തിക്കേണ്ടതുണ്ടോ? ഒരു ചോദ്യം. ഇനി രണ്ട്, CJP എന്തുകൊണ്ട് ഇത്രയും കാലം മറ്റ് കക്ഷികളെ അകറ്റി നിർത്തി? ഇനി CJPയുടെ പന്തലിലേക്ക് വന്ന പലരും തീവ്ര റാഡിക്കൽ ഇടതുപക്ഷക്കാരാണ്. ഐസ പോലെയുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ രാഷ്ട്രീയ വിഭാഗങ്ങളുണ്ട്, SFI ഉണ്ട്, ASF ഉണ്ട്. ഇടത് വിഭാഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു എക്കാലത്തും. ഇവിടെ കോൺഗ്രസ് ഈ സമരത്തിലേക്ക് വന്നത് CPM വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും അനുകൂലമായ ഒരു അന്തരീക്ഷം തുറന്നു കിട്ടുകയാണ്. ഇപ്പോൾ എല്ലാ കണ്ണുകളും രാഹുൽ ഗാന്ധിയിലേക്കാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വലിച്ചിഴക്കപ്പെട്ടു. അത് മാത്രമല്ല ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് പാർലമെൻറ്റിൽ ഒരു ചർച്ച നടത്താനുള്ള ഒരു സന്നദ്ധത ഗവൺമെൻറ് പറയേണ്ടി വന്നു. അത് മാത്രമല്ല CJPയുടെ കുട്ടികളുമായി ചർച്ച ചെയ്യാനും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തയ്യാറായിരിക്കുന്നു, വിദ്യാഭ്യാസ മന്ത്രി തയ്യാറായിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്നത് ഒരുപക്ഷെ കീറാമുട്ടിയായി നിന്നേക്കാം. അക്കാര്യത്തിൽ കടന്നുപോയി. BJPയെ സംബന്ധിച്ചിടത്തോളം ചില കാൽക്കുലേഷൻ പെശകുകൾ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഈ സൂചി കൊണ്ടെടുക്കേണ്ടതിനെ തൂമ്പ കൊണ്ടെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. കണക്ക് കൂട്ടലിൻ്റെ പെശകാണ്. കാരണം ഈ രീതിയിൽ സമരം നീങ്ങും എന്ന ഒരു പ്രതീക്ഷയും ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്കോ പ്രധാനമന്ത്രിക്കോ മന്ത്രിസഭയിലെ ആർക്കും ഉണ്ടായിരുന്നിരിക്കില്ല. അതുകൊണ്ട് ഈ പാറ്റാക്കൂട്ടത്തിൻ്റെ ഒരു പ്രക്ഷോഭത്തെ തുച്ഛീകരിച്ച് കണ്ടു. അത് കോൺഗ്രസും അങ്ങനെ തന്നെയാണല്ലോ കണ്ടതല്ലേ? അതുകൊണ്ടാണല്ലോ വൈകി ഈ സമരമുഖത്തേക്ക് വന്നത്. അതുമാത്രമല്ല, ഈ കോൺഗ്രസ് ഇപ്പോൾ സമരമുഖത്തേക്ക് വന്നത് അത് ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളുടെ എതിർപ്പിന് കാരണമായിട്ടുണ്ട്. അത് എതിർപ്പെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വന്നതിലല്ല, ഒറ്റയ്ക്ക് കോൺഗ്രസ് ഈ സമരമുഖത്തേക്ക് വന്നു എന്നതാണ്. അതായത് ഒറ്റയ്ക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുവാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തി. അതാണല്ലോ ഈ വിമർശനത്തിന് കാരണമായി വരുന്നത്. രണ്ട് കക്ഷികൾ, സമാജ്വാദി പാർട്ടി ലേശം കലിപ്പിലാണ്. കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ഇന്ത്യ മുന്നണിയിലെ അവശേഷിക്കുന്ന അഖിലേഷ് യാദവ് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ പാർലമെന്റിൽ ചർച്ച നടത്താൻ സമയം വന്നപ്പോൾ കോൺഗ്രസിനും BJPക്കും മാത്രം ചർച്ചയ്ക്കുള്ള അവസരം എന്നാദ്യം പറഞ്ഞപ്പോൾ കർശനമായ സമാജ്വാദി പാർട്ടി അതിനെ എതിർത്തു. അതൊരു കാര്യം. രണ്ട്, കോൺഗ്രസ് ഇത് ഹൈജാക്ക് ചെയ്യുന്നുവോ എന്നൊരു ചിന്ത പല ഘടകകക്ഷികൾക്കുമുണ്ട്. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഇന്നലെ ഈ ജന്മദിനാഘോഷം നടന്നു. അതും അവസാന നിമിഷം തട്ടിക്കൂട്ടിയൊരു പരിപാടിയാണ്. അതിനുശേഷം 1/2 കിലോമീറ്റർ മാത്രം അകലെയുള്ള പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് MPമാർ മാത്രമാണ് മാർച്ച് ചെയ്തത്. അവിടെ ഘടകകക്ഷികളുടെ, ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളുടെ MPമാർക്ക് അവിടെ സ്ഥാനമില്ലായിരുന്നു. അപ്പോൾ കോൺഗ്രസ് ഏകപക്ഷീയമായി ഒരു മുഖമായി വരികയാണ്. അത് മാത്രമല്ല, ഈ ഡൽഹിയിൽ എന്തൊക്കെ പറഞ്ഞാലും ഇന്റലിജൻസ് വൃത്തങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം കോൺഗ്രസ് നടത്തിയത്. കോൺഗ്രസിൽ നിന്ന് സമീപകാലത്ത് കണ്ട ഏറ്റവും തന്ത്രപരമായ നീക്കം അല്ലേ? യാതൊരു രീതിയിലും അതിനെ വില കുറച്ച് കാണേണ്ടതില്ല. കാരണം ഏതെങ്കിലും രീതിയിൽ മുൻകൂട്ടി അനൗൺസ് ചെയ്തിരുന്നു, ഘടകകക്ഷികളെല്ലാം വിളിച്ചുകൂട്ടി വലിയ ദർബാർ നടത്തി ആലോചന നടത്തിയിരുന്നു എങ്കിൽ തീർച്ചയായും മാധ്യമങ്ങൾ അറിയുമായിരുന്നു. അത് ബാരിക്കേഡുകൾ ഉയർത്തിക്കൊണ്ട് ഒരു MPയും അവിടെ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുമ്പിൽ വരില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുമായിരുന്നു. പക്ഷേ അതുകൊണ്ട് ആ ഒരു നിഗൂഢത ഗുണമായി വന്നു കോൺഗ്രസിന്. പക്ഷേ അവിടെയും
ഘടകകക്ഷികളെ ഒരുമിച്ച് ഒരു ഫ്ലോർ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഇപ്പോൾ തന്നെ ഈ മിഷൻ 360 എന്ന പദ്ധതിയുമായി BJP മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ പൂർണ്ണമായി തിരിക്കാൻ കഴിഞ്ഞ 2 ദിവസത്തെ പ്രകടനങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് അതിന്റെ ബാക്കി പക്ഷേ പത്രം. മിഷൻ 360 അവിടെ നടക്കുന്നുമുണ്ട്. ശരത് പവാർ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 360യിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നൊരു തോന്നലും ഉണ്ടാവുകയാണ് അവിടെ. സമരക്കാർക്കിടയിലേക്ക് സുപ്രിയ സുളെ, ശരത് പവാറിന്റെ പ്രിയപുത്രി സുപ്രിയ സുളെ വരുന്നു എന്നത് ഒരു കോൺട്രാസ്റ്റിംഗ് സിഗ്നൽസ് ആണ് വരുന്നത്. 2 വള്ളത്തിൽ ഇപ്പോൾ കാലുകുത്തുന്ന ഒരു നിലയിലാണ് NCPയുടെ രാഷ്ട്രീയ പ്രസക്തി പോലും മഹാരാഷ്ട്രയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന രീതി. ഉദ്ധവ് താക്കറെയുടെ പാർട്ടിക്കും അതേ ഒരു ഗതി തന്നെയാണ്. ഇപ്പോൾ 2 NCPകളും യോജിക്കുകയും 2 ശിവസേനകളും യോജിക്കുകയും ചെയ്താൽ ഇതെല്ലാം തന്നെ NDA മുന്നണിയുടെ ഭാഗമാകുകയും ചെയ്താൽ അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾ നുകരാൻ കഴിയും എന്ന പ്രായോഗിക ചിന്ത കോൺഗ്രസ് മാത്രമാണ് മഹാരാഷ്ട്രയിൽ മറുപക്ഷത്ത്. നോക്കൂ, കോൺഗ്രസിൻ്റെ തെരുവിൽ മഹാരാഷ്ട്രയിൽ ഇന്ന് പല ഏറ്റുമുട്ടലും നടന്നു. BJP ഓഫീസുകളിലേക്ക് കോൺഗ്രസും കോൺഗ്രസിൻ്റെ ഓഫീസുകളിലേക്ക് BJPയും മാർച്ച് നടത്തുന്ന കണ്ടു. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി റീഗ്രൂപ്പ് ചെയ്യാൻ നോക്കുകയാണ്. കാരണം ഘടകകക്ഷികളുടെ ഭാരത്താൽ ബുദ്ധിമുട്ടുന്ന കോൺഗ്രസ് പാർട്ടി ലേശം ഭാരം മാറ്റിവെച്ചിട്ട് തങ്ങളുടേതായ ഒരു ഇടം മഹാരാഷ്ട്രയിലെങ്കിലും കണ്ടെത്താനാവുമോ എന്ന ചിന്തയിലുമാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഏറെ മുന്നോട്ട് പോകാനുണ്ട് എന്നൊരു സന്ദേശം ഇതിനകത്തുണ്ട്. രാഹുൽ ഗാന്ധി ഒരിക്കൽ കൂടി തന്റെ പ്രസക്തി തിരിച്ചു പിടിക്കുന്നു, താൽക്കാലികമെങ്കിൽ പോലും തിരിച്ചു പിടിക്കുന്നു എന്ന നിരീക്ഷണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.